ഈ മസാല പടങ്ങളിൽ നായകന്മാരെ അവതരിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? അവതാരപ്രവികളുടെ തേങ്ങാക്കൊല ഉൾക്കൊണ്ട് പൊങ്ങി വരാൻ പോകുന്ന ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. അപ്പതാ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നു നമ്മുടെ നായകൻ, സൂപ്പർ താരം. ഒരു മാറ്റവും. അതൊരു നീണ്ട കഥയാണ് സാർ. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറവച്ച. ഭയം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദേവരയുടെ കഥ കേൾക്കണം. നമ്മ ഹീറോ എങ്ങടാ ഇരിക്കാ? കട്ടിക്ക് മണി വ്യത്യാസത്തിന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി. ഭയങ്കരം തന്നെ. കുട്ടികൾക്ക് എന്താ വേണ്ടത്? ഒരു സാധാരണ എളിമയുള്ളവനായ ഭർത്താവിനെ. എന്നാൽ എനിക്ക് ഒരു മല്ലനെ തന്നെ വേണം. ഓ, നിന്നെ കെട്ടാൻ ഇപ്പൊ ശീമേന്ന് രാജകുമാരൻ വരും. വരും. ഈ തങ്കത്തിന് പൊട്ടിത്തെറിക്കുന്ന ഒരു വീരനെയാ വേണ്ടത്. നടക്കാത്ത കാര്യം കളാ, നടക്കുന്ന കാര്യം ആലോചിക്കും. നീ സമുദ്രത്തിലേക്ക് ചാടി വെറും കൈകൊണ്ട് ഒരു സ്രാവിനെ കൊന്ന് കരയിലേക്ക് വലിച്ചു കൊണ്ടുവന്നെന്ന് കേട്ടു. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ നിന്റെ ബലവും ധൈര്യവും ഒക്കെ എനിക്കറിയാം. നീ കൊഴയാതെ പറയാൻ വല്ലോണ്ട് നേരെ പറ. അതെ, ഭാവി ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി എന്റെ വഞ്ചി അവിടെ ഒരുക്കിയിട്ടിരിക്കുക. അതിപ്പോ ലാഭായല്ലോ. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. നിനക്കതൊക്കെ എങ്ങനെയാടാവുക സാധിക്കുന്നത്? നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ നോക്കിയേ. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. അറിയായിരുന്നു എനിക്ക്. അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തീ ഉള്ളത് എനിക്ക് അറിയായിരുന്നു. എന്തിനുണ്ടേ നീ പറയണത്? പെങ്ങളുടെ വിഷയത്തിലും എന്റെ വിഷയത്തിലും ഇടപെട്ടാൽ വീടില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. അറിയാച്ചാ, നിനക്ക് നാടകത്തിൽ അഭിനയിച്ചാൽ പരിചയം ഉണ്ടല്ലേ? എന്തിനാ ഓവർ ആക്ടിങ് ഒക്കെ? 1 രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞാൽ 9 രൂപയ്ക്ക് അഭിനയിക്കണ്ട കേട്ടോ. എനിക്കറിയായിരുന്നു. നിന്റെ ഒറിജിനാലിറ്റി കളഞ്ഞിട്ട് ഈ ഓവർ ആക്ഷൻ ചെയ്യുന്നില്ല, അത് ആദ്യം നിർത്തും. സർ, ഈ ഓവറായിട്ട് ചെയ്ത് ഇത്തിരി ശീലിച്ചു പോയി. അയ്യോ, എനിക്ക് ആകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നടി. എന്റെ വീരൻ ആയുധ പൂജയ്ക്ക് തയ്യാറെടുക്കുകയാണെന്നോ? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. കൊള്ളൂലല്ലേ? വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. ദൈവമേ, ആ വീരനെ പോലെയുള്ള നടത്തം നോക്കിയേ. ആദ്യം സാറിന്റെ പ്രോബ്ലം എന്താണെന്ന് പറ. എന്റെ ഉള്ളിൽ നിറഞ്ഞ് എന്തോ ഒന്ന് തുളമ്പുന്നത് പോലെ.